ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്ന് പോലീസ്. അറസ്റ്റിലായ ബംഗ്ലാദേശ് സ്വദേശിനി തസ്ലീമ ബീഗത്തെ കസ്റ്റഡിയിൽ വീണ്ടും ചോദ്യം ചെയ്യും. ബംഗ്ലാദേശികൾക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചു നൽകുന്നവർക്കെതിരെയും അന്വേഷണം നടത്തും. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ സംഘത്തിലെ തസ്ലീമ ബീഗത്തെയും സുഹൃത്ത് ബീഹാർ സ്വദേശി ശക്തികുമാറിനെയുമായിരുന്നു പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ രണ്ടുപേരും റിമാൻഡിലാണ്. വിശദമായി ചോദ്യം ചെയ്യുന്നതിനായാണ് വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും ആരുടെയെല്ലാം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും കടന്നുകയറിയതിന്റെ ലക്ഷ്യങ്ങളും കണ്ടെത്തണം. ഇതിനൊപ്പം വ്യാജ തിരിച്ചറിയൽ രേഖകൾ ബംഗ്ലാദേശികൾക്ക് നിർമ്മിച്ചു നൽകുന്ന സംഘങ്ങളിലേക്കും അന്വേഷണം നീളുകയാണ്. യുവതിയുടെ കയ്യിൽ നിന്നും വ്യാജ ആധാർ പാൻ കാർഡുകൾ കണ്ടെടുത്തിരുന്നു. അറസ്റ്റിലായ തസ്ലീമയ്ക്കൊപ്പം ഒരു പുരുഷനും മറ്റൊരു സ്ത്രീയും ബോട്ട് മാർഗം ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിലെത്തിയിരുന്നു. ഇവരെയും കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ബംഗ്ലാദേശിലെ ഒരേ പ്രദേശത്ത് നിന്ന് കൂടുതൽ പേർ ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുണ്ടോ എന്നും ഇത്തരത്തിൽ കടന്നു കയറുന്നവരിൽ കൊടും ക്രിമിനലുകളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടെത്തുന്നവരും ഉണ്ടോ എന്നതിലും വ്യക്തതയില്ല. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാനും തസ്ലീമയെ വിശദമായി ചോദ്യം ചെയ്യണം. റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടന്തറ ബംഗാൾ കോളനിയിൽ നിന്നായിരുന്നു തസ്ലീമയും ശക്തികുമാറും പിടിയിലായത്. കഴിഞ്ഞ ജൂലൈയിലാണ് ഇവർ പെരുമ്പാവൂരിൽ എത്തിയതെന്നാണ് കരുതുന്നത്. NIA, IB, ATS സംഘങ്ങളും ബംഗ്ലാദേശ് യുവതിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.